أعوذ بالله من الشيطان الرجيم ولو شاء الله لجعلكم أمة واحدة ولكن يضل من يشاء ويهدي من يشاء ولتسألن عما كنتم تعملون ولا تتخذوا أيمانكم دخلا بينكم فتزل قدم بعد ثبوتها وتذوقوا السوء بما صددتم عن سبيل الله ولكم عذاب عظيم ولا تشتروا بعهد الله ثمنا قليلا إنما عند الله وخير لكم إن كنتم تعلمون ما عندكم ينفد وما عند الله باق ولنجزي الذين صبروا أجرهم بأحسن ما كانوا يعملون. സൂറത്തുൽ നഹ്ൽ 93 മുതൽ 96 വരെയുള്ള ആയത്തുകളാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ ഒരൊറ്റ സമുദായമാക്കി മാറ്റുമായിരുന്നു. എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുകയും അവനുദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പ്രതിജ്ഞകളെ വഞ്ചനക്ക് ഉപയുക്തമാക്കരുത്. അത് നിങ്ങളുടെ പാദം ഉറച്ച ശേഷം വഴുതിപ്പോകുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞ കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുവാനും അതിടയാക്കും. ഭയങ്കരമായ ശിക്ഷയാണ് പരലോകത്ത് നിങ്ങൾക്കുണ്ടാവുക. തുച്ഛമായ വിലക്കു വേണ്ടി അള്ളാഹുവോടുള്ള കരാറിനെ വിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിങ്കലുള്ളതാണ്. അതൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകുന്നതാണ്, എന്നാൽ അള്ളാഹുവിങ്കലുള്ളതാണ് എന്നെന്നും അവശേഷിക്കുന്നത്. ഈ ദുനിയാവിൽ ക്ഷമയോടെ വർത്തിച്ചവർക്ക് അവർ ചെയ്ത ഉത്തമ കർമ്മങ്ങൾക്കനുസൃതമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കാനുള്ള സകല വഴികളും അള്ളാഹു മനുഷ്യർക്ക് മുമ്പാകെ തുറന്നു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സന്മാർഗത്തിന് പകരം ദുർമാർഗം സ്വീകരിച്ചുകൊണ്ട് വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളും മനുഷ്യർക്ക് മുന്നിലുണ്ട്. അഥവാ മനുഷ്യർ സന്മാർഗമോ ദുർമാർഗമോ സ്വീകരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. പ്രതിജ്ഞകളും കരാറുകളും പൂർണ്ണമായി പാലിക്കണമെന്ന് വീണ്ടും ഈ ആയത്തിൽ ഉത്ബോധിപ്പിച്ചതിൻ്റെ ഒരു കാരണം, ഇസ്ലാമിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന വ്യക്തികൾ നബി തിരുമേനിയുടെ കാലത്ത് നബിയോട് വന്നിട്ട് ബൈഅത്ത് ചെയ്യുമായിരുന്നു, കരാർ ചെയ്യുമായിരുന്നു. തൻ്റെ ജീവിതം ഇനി മുതൽ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു, പ്രവാചകനെ അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വത്തെ പൂർണ്ണമായും അനുസരിക്കുന്നതാണ് എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ആ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പിന്നീട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇസ്ലാമിലേക്ക് പിന്നീട് വരാൻ ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കും. അവരത് ആശയക്കുഴപ്പമുണ്ടാകും. എന്തുകൊണ്ടാണ് ഇവർ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ട് പിന്നെ വീണ്ടും പൂർവ്വമതത്തിലേക്ക് തിരിച്ചു പോയത്? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും പോകണ്ടേ എന്നൊക്കെയുള്ള ആശങ്ക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ഇത്തരം ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കൂടി തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറ്റവും കൂടി ഇവർ വഹിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ, ചില സെലിബ്രിറ്റികളും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരും ഒക്കെ ഇസ്ലാം ഉപേക്ഷിച്ച് ബഹുദൈവത്വ മതത്തിലേക്ക് ചേക്കേറാറുണ്ട്. പക്ഷെ പിന്നീടുള്ള അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായി തീരാറാണ് പതിവ്. അവരുദ്ദേശിച്ച സ്ഥാനമാനങ്ങളോ സമ്പത്തോ ഒന്നും അവിടെ കിട്ടാതിരിക്കുക, അവസാനം പറ്റ നിരാശരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ. നരസിംഹം, അതുപോലെ ജാമിത, ഇവരൊക്കെ ഇപ്പം അനുഭവിക്കുന്നത് അങ്ങനെയാണ്.
അതിൻ്റെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ ആയവർ അവർ ചെയ്ത ആ കരാറുകൾ, അതായത് പൂർണ്ണമായും ഇസ്ലാമികമായി ജീവിക്കുക എന്നുള്ളതാണ്. ആ പ്രതിജ്ഞക്കും കരാറിനും പകരം തുച്ഛമായ വില വാങ്ങാതിരിക്കുക. അതായത് ഇസ്ലാം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അവർക്ക് കിട്ടാനിരിക്കുന്ന ഐഹിക നേട്ടങ്ങൾ അത് ക്ഷണികമാണ്, അത് വേഗം തീർന്നു പോകുന്നതാണ്. ചിലപ്പോൾ കുറേ കാശൊക്കെ കിട്ടും, ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ചില ആൾക്കാർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ ചിലതിൻ്റെയൊക്കെ ചെയർമാൻ സ്ഥാനം കിട്ടും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയുകയും ചെയ്യും അവർ. പക്ഷേ അള്ളാഹുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള അവൻ്റെ ആ അനുഗ്രഹങ്ങളും അളവറ്റ പ്രതിഫലങ്ങളും അത് അനന്തമാണ്, ശാശ്വതമാണ്, ഒരിക്കലും അത് തീർന്നു പോവുകയില്ല. അതിൽ നിന്ന് നിങ്ങളെ ആട്ടി ഒഴിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് ഈ ആയത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.